വീട്ടിലൊക്കെ കന്നഡയാ സംസാരിക്കാം. അപ്പൊ എനിക്കിത് ഇവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തിരിച്ചും കന്നഡ പറയാറില്ല. നമ്മൾ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ കന്നഡയിൽ പറയാം. അപ്പൊ ഈ ചേട്ടൻ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കന്നഡയിൽ എനിക്കത് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ലൈക്ക് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ജീപ്പ് ചേട്ടനെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ GP ആണ് ഇങ്ങനെ പറഞ്ഞു. ഏത് GP? ഞാൻ അപ്പൊ പറഞ്ഞു ഗോവിന്ദ് പത്മസൂര്യ. എനിക്ക് അങ്ങനെ കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല സത്യം. ഞാൻ കല്യാണത്തിനെ പറ്റി തന്നെ അങ്ങനെ ആലോചിച്ച ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഗോപിക ഇസ് ടു GP, സജിൻ ഇസ് ടു ഷഫ്ന, അച്ചു ഇസ് ടു ഡാഷ്. ഇത് വൈറലായ വീഡിയോ അല്ലേ? എന്തൊരു കഷ്ടം. ഇത്രയും കാലം ഉണ്ടായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഗോസിപ്പും കേട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗോസിപ്പ് ഞങ്ങൾ മീൻസ് എന്നെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഹേർട്ട് ആവുന്ന രീതിയിൽ ട്രോൾസ് ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് എല്ലാം ഫൺ എന്നുള്ള രീതിയിലാ, ലൈക്ക് യങ്സ്റ്റേഴ്സ് വരെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ട്രോൾസ് ഇതുവരെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഹേർട്ട് ആവുന്ന ഒന്നും വന്നിട്ടില്ല. അതിങ്ങനെ കല്യാണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴാ പറഞ്ഞേ ഇഷ്ടായി പ്രപ്പോസ് ചെയ്തത്? ഷൂട്ടൊക്കെ കഴിയാറായ സമയത്താ. ഷൂട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം സംസാരിച്ചിരുന്നൊന്നുമില്ല. അപ്പം ഷൂട്ടൊക്കെ കഴിയാറായിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞത് കൊണ്ടിട്ടാണോ അതിനെ നിർത്തിയല്ലെങ്കില്? ഇല്ല, കല്യാണം കഴിഞ്ഞുകൊണ്ട് സീരിയൽ തീർന്നത് അങ്ങനെയൊന്നല്ല. അന്ന് ഭർത്താവിനോട് ചോദിച്ചത് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഒരു മറുപടിയുമില്ല, ഒന്നുമില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ് അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. പെണ്ണെ പെണ്ണെ നിൻ കല്യാണമായി. കല്യാണമായോന്ന് എനിക്കറിയില്ല, പക്ഷെ പെണ്ണിന് ഇഷ്ടമായോ അവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ചക്കമ്പക്കത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള പെണ്ണിനെ ഇഷ്ടായോടെ എല്ലാ വിശേഷങ്ങളുമായി അച്ചു, ഗോപിക ആൻഡ് സജിൻ ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഇഷ്ടായോന്ന്. ഇത് പുതിയ ഷോർട്ട് ഫിലിം ആണ്. ഈ വരുന്ന November 22 റിലീസ് ആകാൻ പോകുന്നത്. അപ്പൊ പറയൂ, എന്താണ് പെണ്ണിനെ ഇഷ്ടമായോ? പെണ്ണിനെ ഇഷ്ടമായ ഒരു ചെറിയ ഫീൽ ഗുഡ് ഷോർട്ട് ഫിലിമാണ്. അതായത് നമ്മുടെ ശിവാഞ്ജലി ഇവരുടെ ഓഡിയൻസ് ഉണ്ടല്ലോ സാന്ദ്രത്തിൽ, ആ കോംബോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ഒരു ഫീൽ ഗുഡ് ചെറിയൊരു കുഞ്ഞു ഷോർട്ട് ഫിലിം. അച്ചുവാണ് ഡയറക്ടർ. ഞാനാണ് അതിന്റെ ഒരു സകലകലാ വല്ലഭനാണ് അല്ലേ? ഡയറക്ടറാണ്, നായകനാണ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ്. കളിയാക്കാണ്. കളിയാക്കിയതല്ല, ഞാൻ കാര്യമായിട്ട് അത് ഞാനാണെന്ന് അല്ല, അങ്ങനെയല്ല. എനിക്ക് ഡയറക്ഷനാണ് ഇപ്പൊ താല്പര്യം. സംവിധാനം ചെയ്യാനായിട്ടുള്ള പരിപാടികളായിട്ട് നിൽക്കുക. അപ്പം ഞങ്ങൾ ചെയ്ത ഒരു കുഞ്ഞു വർക്ക് എന്നുള്ളൊരു. അച്ചു ഇങ്ങനെ മുമ്പ് സാന്ത്വനം അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ഒരു മനസ്സിൽ കണ്ട? അല്ല, ഞങ്ങൾ ആദ്യം ഞാനും സൈൻചേട്ടനും പറഞ്ഞ ഷോർട്ട് ഫിലിം വേറെ ഷോർട്ട് ഫിലിം അത് വേറെ ഉണ്ട്. ഞങ്ങളിപ്പോ ചെയ്തത് വേറൊരു ഷോർട്ട് ഫിലിമാണ്. അത് ചില ദുഷ്ടശക്തികൾ കാരണം ഇല്ലേ, ഇവരെന്നെ വെച്ച് എന്നെ കൂട്ടാതെ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു. പക്ഷെ നടന്നില്ല. പുള്ളിക്കാരി ഒരു ശാപം ഇട്ടു, ഗോപിക ശാപം. അതായത് എന്നെ നായികയാക്കിയില്ലെങ്കിൽ വർക്ക് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് നടന്നില്ല. പിന്നെ ഓക്കെ. എന്നിട്ട് എവിടം വരെ ആയി നമ്മുടെ പെണ്ണിനെ ഇഷ്ടമായോ? പെണ്ണിനെ ഇഷ്ടമായപ്പം ഫൈനൽ കട്ട് ഇപ്പൊ എടുത്തു. ഓക്കെയാണ്. അപ്പം 22-ാം തീയതി റിലീസ് വൈകുന്നേരം 5:30 എന്റെ യൂട്യൂബ് ചാനലില് റിലീസ് ചെയ്യാൻ പോവാണ്. എന്താ ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ? പ്രൊമോഷനല്ലേ ഇത്? ഓടി നടക്കുവാണോ? ഈ ഇതിന്റെ ടൈറ്റിലിൽ തന്നെ പെണ്ണിനെ ഇഷ്ടായോ എന്നുള്ള ടൈറ്റിലിൽ തന്നെ ഒരു പെണ്ണ് കാണൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് എനിക്ക് മനസ്സിലായി. എന്റെ ഒരു ബുദ്ധിക്ക് എനിക്ക് മനസ്സിലായത്. ശരിക്കും എന്താ സംഭവം? പെണ്ണ് കാണൽ അങ്ങനത്തെ ഒരു ഇതാണോ? അതെ, പെണ്ണ് കാണൽ പരിപാടിയാണ്. ഒരു ഇവരുണ്ടായിരുന്നു പെണ്ണാണലാണോ? ഇവരുടെ രണ്ടുപേരുടെ പെണ്ണ്. ഇതില് സഞ്ജയൻ ചെയ്യുന്ന പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, ഒരു ട്രാഫിക് പോലീസ് കോൺസ്റ്റബിൾ ആണ്. അതാണോ നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടത്? ആ പോലീസ്. അപ്പൊ ഈ പുള്ളിക്കാരന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അമ്മ നിർബന്ധിച്ച് പാലക്കാടുള്ള ഒരു ഗ്രാമത്തില് ഒരു തറവാട്ടില് വീണ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീനെ പെണ്ണ് കാണാൻ പോവാണ്. പിന്നെ അവിടെ അവർക്കിടയിൽ ഉണ്ടാവുന്ന ചെറിയൊരു ഈഗോ ക്ലാഷും പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് കുത്തിപ്പൊക്കൽ സെഗ്മെന്റ്. കുത്തിപ്പൊക്കൽ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കുറച്ച് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് കാണിച്ചു തരും. ഇത് കാണുമ്പോൾ എന്താണ്
തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്ന് പറയണം കേട്ടോ. എന്റെ കൊച്ചിലെ ഞാൻ നിൽക്കിടത്തൊരു ഫോട്ടോ ഉണ്ട്, അതാണ് അത് പറയാൻ പറ്റില്ല, എന്തോ ആവാം. എന്താ തോന്നുന്നത്? ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്, ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. കാണിക്കരുത് പ്ലീസ്. വേഗം പോയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ഇത് വരുന്നതിന് മുന്നേ എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ക്രൈസ് ആയിരുന്നു. അപ്പൊ അന്ന് ഈ പിക്സാർട്ടിലൊക്കെ ഈ തലവെട്ടിയൊക്കെ വെക്കും. വേറെ ബോഡിയിലെ വേറെ ബോഡിയിലൊക്കെ ഞാൻ വിജയുടെ കട്ട ഫാനായിരുന്നു, വിജയ് അണ്ണന്റെ. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു എഡിറ്ററുടെ മൈൻഡ് വരുമ്പോൾ ഞാൻ വിജയ് ഫാൻ പറഞ്ഞിട്ട് വിജയന്റെ തല വെട്ടിട്ട് എന്റെ തല വെട്ടിട്ട് തമിഴായിട്ട് അങ്ങനെയൊക്കെ അല്ല, ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഭയങ്കര എഡിറ്റ് ചെയ്യാറ് അന്ന് ചെയ്തതാ. പക്ഷെ അന്ന് ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും തോക്കൊക്കെ വെച്ചിട്ട് മാസ് അടുത്ത മാസ് ഹീറോ നീയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിപ്പൊ കാണാൻ ഇതൊന്നും അല്ല, വേറെ ഭീകരമായിട്ടുള്ള വെർഷൻസ് ഒക്കെ ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റും മൊത്തത്തില്. അടുത്തത് ഗോപി ഇത് വൈറലായ വീഡിയോ അല്ലേ? ഇത് ഈ വീഡിയോ വൈകിട്ട് 4 മണിക്ക് ടൗൺ ഹാൾ. ഈ വീഡിയോ ആക്ച്വലി എനിക്ക് അയച്ചു തന്നത് ഞാൻ ഉറങ്ങി എണീറ്റപ്പം ദിയയുടെ മിസ് കോള്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ വേഗം ഇൻസ്റ്റ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോ ഈ വീഡിയോ, അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. എന്തൊരു കഷ്ടം, ഇത്രയും കാലം ഉണ്ടായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഗോസിപ്പും കേട്ടില്ല. കല്യാണം കേട്ട് ഫസ്റ്റ് ഗോസിപ്പ് ഞങ്ങൾ മീൻസ് എന്നെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറെ അത് പറഞ്ഞ് ചിരിച്ചു. പിന്നെ എന്താ എനിക്ക് തോന്നുന്നു ഞങ്ങള് ഒരു പ്രാവശ്യം ഞങ്ങൾ എവിടെയോ പുറത്ത് എവിടെയോ പോയപ്പോ ഇങ്ങനെ ഈ വീഡിയോ വെച്ചിട്ട് ഒരാള് നമ്മളെ റെക്കഗ്നൈസ് ഒക്കെ ചെയ്തു. അതൊരു ഫൺ. ജീപ്പി ചേട്ടൻ എങ്ങനെയാ? ചേട്ടൻ ഇപ്പൊ നമ്മള് പുറത്ത് കാണുന്ന അതേപോലൊക്കെ തന്നെയാ, ഭയങ്കര ഫൺ എന്റർടൈനർ. വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാ. ജീപ്പി ചേട്ടൻ ഭയങ്കര പോസിറ്റീവ് ആണോ? ഏയ്, ഒരു ചെറിയൊരു സൂത്രം കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഇതല്ലല്ലോ, ഒരു മിനിറ്റ്. അതാണ് അവളുടെ മാനസികാവസ്ഥ. അത് ജാടയല്ല, അവൾ അവിടെ അൺകംഫർട്ടബിൾ ആണ്. അപ്പൊ അവള് ചിരിച്ചു നിൽക്കില്ല, അവൾ അങ്ങനെ നടക്കുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ സുമതി വളവിന്റെ ഇതൊരു ജാടയാ. ഞാനിത് ഇനി പറയണ്ടെന്ന് വിചാരിച്ചൊരു സ്പേസ് ആണ്. കർണാടകയിലാണ് ഗോപിയൊക്കെ ജനിച്ചു വളർന്നത്. ഗോപിയുടെ അമ്മയൊക്കെ അവരൊക്കെ വിരാജ്പേട്ടിലാണ്. അപ്പൊ ഒരു വീട്ടിലൊക്കെ കന്നഡയാ സംസാരിക്കാം. അപ്പൊ എനിക്കിത് ഇവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തിരിച്ചു കന്നഡ പറയാറില്ല. അപ്പൊ പറഞ്ഞു എനിക്കിപ്പോ നിങ്ങൾ ഇതല്ലേ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കിട്ട് എന്റെ അടുത്ത് വളരെ ഫ്ലുവന്റ്. അവള് ഹസനിലാണ് പിന്നെ പഠിച്ചത്. ശരിക്കും പൂ വിരിയാൻ തുടങ്ങിയത് അവിടുന്ന്. അലോഷ്യസ് ഞാൻ കുറെ പരിപാടികൾ ചെയ്യായിരുന്നു. ഞാൻ ഒരു ടിബറ്റൻ ഡോക്യുമെന്ററി ഡയറക്ട് ചെയ്തു. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസ് കുറെ എണ്ണം ചെയ്തു. ഇത് വീട്ടിൽ അങ്ങനെയല്ല, വീട്ടില് നമ്മൾ സംസാരിക്കുന്നല്ല. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പം നമ്മൾ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ കന്നഡയിൽ പറയാം. അപ്പൊ ഈ ചേട്ടൻ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കന്നഡയിൽ പറയാം. എനിക്കത് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ലൈക്ക് അമ്മയും ഞാനും അല്ലെങ്കിൽ അച്ഛനും അങ്ങനെയൊക്കെ സംസാരിക്കും. ചേച്ചി ഭയങ്കര എന്താ സ്ട്രേറ്റ് ഫോർവേഡ്, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാന്ന് തോന്നുന്നു. ലൈക്ക് എനിക്ക് എന്റെ മനസ്സിലെന്താ അത് മുഖത്ത് പെട്ടെന്ന് അറിയും. അപ്പം അല്ല ഇപ്പൊ ചേച്ചി ഇപ്പൊ സാന്ത്വനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴായാലും എന്താ നമുക്ക് ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പെട്ടെന്ന് എന്റെ ഫേസിൽ വരും. അത് ഹൈഡ് ചെയ്യാൻ എനിക്ക് അറിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെറിയൊരു ചോദിക്കാൻ പോകുന്നത് സെയിം സാധനം തന്നെ നമ്മൾ ജീപ്പി ചേട്ടന്റെ അടുത്തും ചോദിച്ചതാണ്. ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ പോവാ. ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ സെയിം സാധനം തന്നെ നമ്മള് ജീപ്പി ചേട്ടന്റെ അടുത്തും ചോദിച്ചതാണ്. ഓക്കെ, റൊമാൻറ്റിക് സീൻസ് ജീപ്പി ചേട്ടൻ ചെയ്യുമ്പോൾ അത് ചേച്ചി എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന്? അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ മീൻസ് നമുക്ക് അറിയാലോ ഈ ഫീൽഡിൽ നിൽക്കുമ്പം ലൈക്ക് അതിന്റെ ഷൂട്ടിങ്ങിന്റെ പ്രോസസ്സ് നമുക്കറിയാലോ. ഇപ്പം ഞാനും ചേട്ടനും കൂടെ റൊമാൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടേ ഇല്ല. ഈവൻ പല സീൻസും ട്രെയിലർ കാണുമ്പോഴാണ് ചേട്ടൻ ചോദിക്കുക നീ ഇങ്ങനെയാണോ ചെയ്തേ? അപ്പൊ നമുക്കത് അതിന്റെ മേക്കിംഗ് അറിയാലോ. പിന്നെ അതൊക്കെ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഗുണം ഒരു കാര്യമില്ലല്ലോ. ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം.
ഗോപിക കാണുമ്പോഴേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഇരിക്കുകയാണ്, അപ്പോൾ പുതുമുഖത്തിൽ തന്നെയാണല്ലോ എപ്പോഴും. അപ്പോൾ അതിനകത്ത് ഈ ഒരു റൊമാൻറ്റിക് സീനൊക്കെ കാണുമ്പോൾ ഗോപികയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അതെല്ലാം ചീറ്റിംഗ് ആയിരുന്നു first. ആണല്ലേ? അതെ അതെ അതെ. അല്ല ഞാൻ ഗോപികേക്കാൾ പ്രശ്നം ഞാൻ ഇടപെട്ടിട്ട് പറയേണ്ടത് രണ്ട് ഫ്രെയിമാണ്, രണ്ട് സ്ഥലത്താന്നൊക്കെ പറഞ്ഞു. ഫുൾ അടിയാണല്ലോ. എന്ന് വെച്ചാലേ ഇതില് ഒരു റൊമാൻറ്റിക് സീൻ കണ്ട സംവിധായകൻ കഴിഞ്ഞ് വന്നിട്ട് അടികൂടല്ലേ എന്ന് പറഞ്ഞ് മാറ്റേണ്ട ഒരു ശരിക്കും അങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം രണ്ടുപേരും പറഞ്ഞത് ഏകദേശം സെയിം ആണ്. ട്രോൾസ് ഒക്കെ കാണാറുണ്ടോ? ട്രോൾസ് ഇങ്ങനെ ആരെങ്കിലും അയച്ചു തരുമ്പോൾ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ശിവാഞ്ജലി ട്രോൾസ് ആണ് ഏറ്റവും കൂടുതൽ. അതെ, അത് കാണുമ്പോ എന്തായിരുന്നു? അത് കാണുമ്പോ ആക്ച്വലി നല്ലതല്ലേ ട്രോൾസ് വരുന്നത്? നമ്മൾ അത്രയും നെഗറ്റീവ് ഇല്ല, നമുക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ ട്രോൾസ് ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് എല്ലാം ഫൺ എന്നുള്ള രീതിയിൽ, ലൈക്ക് യങ്സ്റ്റേഴ്സ് വരെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ട്രോൾസ് ഇതുവരെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഹേർട്ട് ആവുന്ന ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെ സൂഹിക്കണ്ട. അത് ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, ഇത് ഞങ്ങള് മൂന്നാറ് പോയപ്പം എടുത്തിട്ടുള്ള ഫോട്ടോ. ഈ ഒരു 9 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 8 കണ്ടായിരുന്നോ ഫോട്ടോ? ഞങ്ങള് രണ്ടുപേരും മാത്രല്ല, ഞങ്ങളുടെ കൂടെ ഒരു 2-3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. രണ്ടാളും ഭയങ്കര ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ട്രാവൽ ബഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങൾ കൂടുതൽ ഒരുമിച്ച് തന്നെയാ പോവാറ്. യാത്രയൊക്കെ പോകുമ്പോ എനിക്ക് ഹിമാലയാസ്, ബീച്ചസ്, മൗണ്ടൈൻ, കൂടുതലും മൗണ്ടൈൻ ആണ് ഇഷ്ടം. അങ്ങനെ മറ്റൊരു പൊക്കലിലോട്ട് പോവാം. ആരുടെയാ? ചേട്ടൻ്റെ തന്നെ? എനിക്ക് വീണ്ടും മറ്റേ ചന്ദ്രകാന്തം സീരിയലിലുള്ള പുള്ളിക്കാരനാണ് സൗരവ് എന്ന് പറഞ്ഞിട്ട്. കാര്യം ചന്ദ്രകാന്തം സീരിയൽ വന്നപ്പോൾ അതിന്റെ ഒരു പ്രൊമോയിൽ ആദ്യം പുള്ളി വന്നപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ മൊത്തം ഇത് സാന്ത്വനത്തിൽ കണ്ണനല്ലേ എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവനിങ്ങനെ ഇത് എടുത്തു നോക്കിയ സമയത്ത് ഇത് എന്താണ് ഇത് ആരാണ് ഈ കണ്ണൻ എന്നുള്ള രീതിയിൽ അവൻ കാണില്ലായിരുന്നു സാന്ത്വനം. അങ്ങനെ അവൻ കണ്ടപ്പോഴത്തേക്കാണ് ഇവനാണെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവൻ അതായത് ഇവൻ ലൊക്കേഷനിലുള്ള ചന്ദ്രകാന്തം ലൊക്കേഷനിലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വേറെ മേക്കപ്പ് അസിസ്റ്റന്റ് പയ്യന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് എടാ നിന്റെ ഡ്യൂപ്പ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു തരുമായിരുന്നു. ഞാൻ പറയാം എടാ എന്നെക്കാരും നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് എടുത്തു. ഞങ്ങള് ഇവിടെ വെച്ച് എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്തു. അന്ന് എടുത്ത ഫോട്ടോ. ഓക്കെ, അപ്പൊ അച്ചു ശ്രദ്ധിച്ചിട്ടുണ്ട്? അച്ചുവിന് പൊതുവെ കിട്ടുന്ന പേരുകളൊക്കെ ഭയങ്കര ക്യൂട്ട് നെയിംസ് ആയിരിക്കും. ഇപ്പൊ കണ്ണൻ, കുഞ്ഞനിയൻ, അതെ അച്ചു, അതെ അങ്ങനെ അതല്ലേ അറിയുള്ളൂ. സാധാരണ മരങ്ങോടൻ മറ്റേ അങ്ങനെയുള്ള മറ്റേ പാപ്പിക്കുഞ്ഞ് അങ്ങനെയൊക്കെ. വാനമ്പാടിയിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. വാനമ്പാടിയിലാണ് മരങ്ങോടൻ. ഇതിലെന്തായിരുന്നു? ഇതിലെന്തോ ഇങ്ങനെ കളിയൊക്കെ കളിക്കായിരുന്നല്ലോ. വേറെന്തോ ഒരു പേര് വിളിക്കായിരുന്നു. അല്ല ഈ സാന്ത്വനത്തിലൊരു പേര് വിളിക്കായിരുന്നു. ഞാൻ സേഫ് ആയിട്ട് ഇപ്പുറത്തോട്ട് മാറി. ഓക്കെ, അടുത്തത് ഇത് ഇവര് അതെ നമ്മള് വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇവരും കൂടെ വന്നിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തതും ഒക്കെ. അപ്പൊ ഫസ്റ്റ് ടൈം ചേട്ടൻ പിന്നെ പോയി വന്നു. ചേച്ചി ഉണ്ടായിരുന്നു. ചേട്ടൻ അതിന്റെ ഇടയിൽ വീട്ടിൽ പോയിട്ട് വന്നു. അപ്പം പോകുന്നതിന്റെ അന്ന് ഇവര് വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന്റെ അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ എടുത്ത ഫോട്ടോ. ഗോപുരം ആരുടെ ഒരു പ്ലാൻ ആയിരുന്നു? ആ ഒരു പേര് ആരാ സജസ്റ്റ് ചെയ്തത്? ചേട്ടന്റെ അച്ഛൻ, ജിപ്പി ചേട്ടന്റെ അച്ഛൻ. ഓക്കെ, അതിലെ ഓരോ പ്ലാൻസും ആരായിരുന്നു കൂടുതൽ മാസ്റ്റർ ബ്രെയിൻ? നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താ പറയാ, ഇപ്പൊ നമ്മള് ഹോട്ടലിലൊക്കെ നിൽക്കുമ്പം ഉള്ള പോലത്തെ ഒരു ഇന്റീരിയർ വേണ്ട, കുറച്ചും കൂടെ ഇങ്ങനെ കോസി ഫീൽ, നല്ല കളർഫുൾ വൈബ്രന്റ് അങ്ങനെ ഒരു ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അതിന് വേണ്ട ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നമ്മള് ഹോം ടൂറിൽ കണ്ടു, ഫ്ലാറ്റും എല്ലാം കണ്ടായിരുന്നു. നല്ല ഭയങ്കര മെയിൻറ്റൈൻഡ് ആയിട്ടാ കൊണ്ടുപോകുന്നത്. ആരാണ് അതിന്റെ പിന്നില്? ഇന്നെന്താ ഒതുക്കിയിട്ടല്ലായിരുന്നോ? പിന്നെ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഹെൽപ്പ് ചെയ്യും, ഇവരും എല്ലാരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സജിൻ ചേട്ടൻ പറഞ്ഞല്ലോ ഷഫ്ന ചേച്ചി ഭയങ്കര വൃത്തിയാണ്. അതെ, അതുപോലെ അവിടെ വന്നിട്ടും വൃത്തിയാക്കാറുണ്ട്.
ഗോപുരയിൽ വന്നിട്ട് പിന്നെ ജീപ്പ് ചേട്ടൻ എങ്ങനെയാ? ഭയങ്കര ചേട്ടൻ അങ്ങനെ ഭയങ്കര വൃത്തിൻ്റെ ആളല്ല, പക്ഷെ ഇപ്പൊ മെല്ലെ മെല്ലെ ആക്കി വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ഫോട്ടോ കഴിഞ്ഞു ലാസ്റ്റ് വണ്ണ. ലൊക്കേഷനില് ഇത് ലൊക്കേഷനില് ഇത് നീ എടുത്തു. ഇത് സ്ഥിരാണ്. ചേച്ചി ചിപ്പി ചേച്ചി റെഡി ആയി കഴിഞ്ഞ് നമ്മുടെ റൂമിൽ വന്നിരിക്കും. ഇതുപോലെയാണ് സ്ഥിരം സ്ഥിരം ഇങ്ങനെ ആ റൂമിൽ തന്നെ എല്ലാവരും അവിടെയാണ് ഹാപ്പനിങ്. എല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറയലും. ഇതിനകത്ത് ചേച്ചിയാണെങ്കിൽ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ക്യാരക്ടർ ശരിക്കും ചേച്ചി സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ചേച്ചി പോലെ തന്നെയായിരുന്നു? സ്വന്തം ചേച്ചി പോലെ തന്നെയായിരുന്നു? ചേച്ചിയല്ല, അതെ നമ്മുടെ അതേപോലെ ഗിരിജാമ്മയും ഞങ്ങളുടെ അതേ വൈബ്. എല്ലാരും ഒരേ വൈബായിരുന്നു. ചേച്ചിക്ക് ഇങ്ങനെ പ്രൊഡ്യൂസർ ആണെന്നുള്ളൊരു അങ്ങനെ ഒരു ഇതേ ഇല്ലായിരുന്നു. നമ്മളെല്ലാരും ഭയങ്കര ഇതായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു, ഫ്രണ്ട്സ് പോലെ ഭയങ്കര ഫ്രണ്ട്ലിയാ. ഓക്കെ, അപ്പൊ ഇനി ചെറിയൊരു അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. ഞാൻ ഇനി കുറച്ച് വേർഡ്സ് പറയും. ഈ വേർഡ്സ് ആണെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ കൈ ചൂണ്ടണം. ആരെ? 3 പേര്. നിങ്ങൾ 3 പേരില്. ഓക്കെ ഓക്കെ. ഹൈലി സെൻസിറ്റീവ്. അല്ല, ഞാൻ ഇങ്ങനെ ഗോപി ചേച്ചിയാണ് ഭയങ്കര സെൻസിറ്റീവ്. നമ്മളെ സെൻസിറ്റീവ് ആണ്, പക്ഷെ ഹൈലി എനിക്ക് തോന്നുന്നു അല്ലേ? ഗോപി ചേച്ചി ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് എപ്പോഴാണ്? ഭയങ്കര ഇൻസിഡന്റ്, അതായത് നിസ്സാര കാര്യം, ചെറിയ നിസ്സാര കാര്യത്തിന് കഴിഞ്ഞാല് ഇതാണ്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമ്മൾ എന്തെങ്കിലും എന്താ നിങ്ങൾ സംസാരിച്ചെന്ന് പറയും. ചിലപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണോ എന്ന് ചോദിച്ചാൽ തന്നെ ഓക്കെ ഇനി പറയണ്ട, ബൈ ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോകും. അങ്ങനെയാണ്, അത്രയും സെൻസിറ്റീവ് ആണ്. മൂഡ് ഔട്ട് വരും. കാര്യം വെച്ചാൽ അത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത്രയും ജെന്യൂൻ ആയതുകൊണ്ടാണല്ലോ. സങ്കടം എന്താ ചേച്ചി ഏറ്റവും കൂടുതൽ ചേച്ചി സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് എന്ത് കാര്യത്തില? ഏറ്റവും കൂടുതൽ അങ്ങനെ സങ്കടം വരുന്ന കാര്യത്തിൽ ഇപ്പൊ എനിക്ക് പറയുമ്പോ എനിക്ക് അങ്ങനെ ലൈക്ക് എവിടെ എങ്ങനെയാ ഉദ്ദേശിക്കുക എനിക്ക് മനസ്സിലായില്ല. ചേച്ചിക്ക് ഏത് കാര്യമാണ് ചേച്ചി? എനിക്ക് ഞാൻ എന്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. ഫാമിലിയുടെ കൂടെ ഇപ്പം ടൈം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവും. അല്ലെങ്കിൽ എന്റെ അനിയത്തി അല്ലെങ്കിൽ അൽഫാമോ, ഞാൻ വെജാന്ന് പോലെ നീ മറന്നു അല്ലേ? പിന്നെ ഫ്രണ്ട്സ്, അങ്ങനത്തെ റിലേഷൻഷിപ്സിന്റെ കാര്യത്തില് ഭയങ്കര ബോണ്ട്. അതെ, ഭയങ്കര. ചേച്ചി ഭയങ്കര പഠിപ്പിച്ചായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് സിസ്റ്റർ. അത് അവളെ എന്നെക്കാളും മാർക്ക് വാങ്ങിയിട്ടുണ്ട് വെറുതെ. ഓക്കെ, ഇനി അടുത്തത് ഹൈലി ഇമോഷണൽ. എല്ലാരും ഇമോഷണൽ ആണ്, ഏകദേശം സിമിലർ ആയിരുന്നു. മനുഷ്യനല്ലേ പിള്ളേർ. ഹ്യൂജ് ഹ്യൂമർ സെൻസ്. ഹ്യൂമർ സെൻസ് സഞ്ചേട്ടനായിരിക്കും കൂടുതൽ. എനിക്കോ? ഞാൻ പക്ഷെ അതെല്ലാവർക്കും അറിയില്ലാന്ന് മാത്രം. ഭയങ്കര തമാശ, പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല. അതെന്താന്ന് ചോദിക്കരുത്, ചോദിക്കരുത്. ഭയങ്കര പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ചേച്ചി എങ്ങനെയാ? ചേച്ചിക്ക് അത് തന്നെ പറയാനുള്ളത്. കംഫർട്ട് ഗ്രൂപ്പിൽ ഏറ്റവും തമാശ ചേട്ടൻ ആണല്ലേ? അതും ഇത് എല്ലാരും ഒരേപോലെ തോന്നുന്നു അല്ലേ? എല്ലാരും കംഫർട്ട് സോണിൽ. ഞാൻ ഒന്നൊരു കാര്യം ചോദിക്കട്ടെ. ഗോപിക ഇസ് ടു ജിപി, സജിൻ ഇസ് ടു ഷഫ്ന, അച്ചു ഇസ് ടു ഡാഷ്. ഏതെങ്കിലും ഒരു ഡാഷ് വരുമായിരിക്കും അല്ലടാ, ഏതെങ്കിലും ഒരു ഡാഷ് എന്നൊക്കെ. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ തന്നെ പെണ്ണിനെ ഇഷ്ടമായോ? എന്താണ് ഭാവി വധുവിനെ പറ്റിയുള്ള സങ്കല്പം എന്തൊക്കെയാ? ഭാവി വധു ഞാൻ തന്നെ വീട്ടിലധികം പറ്റാണ്. അതെ, ഇനി ഒരാളെ വീട്ടിൽ കേട്ടാൻ ഇപ്പൊ തന്നെ ഒരു ഭാവി വധു സിനിമയാണ്. അതെ, പട്ടിക്കുട്ടി വന്നായിരുന്നു വീട്ടില്. അപ്പൊ അതിനാണ് കൂടുതൽ കെയറും കാര്യങ്ങളൊക്കെ. നമ്മളൊക്കെ ഇപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും പട്ടിക്കുട്ടി തന്നെ പൊച്ചോ എണീറ്റോ എന്നൊക്കെയുള്ളൊരു മൈൻഡാ. അപ്പൊ ഇല്ല, കല്യാണം കഴിക്കാൻ എനിക്ക് അത്ര അതെ. എപ്പോഴും ചെറിയ ചെക്കനാ. ഇവൻ എത്ര വയസ്സായി? ചെറിയ പയ്യനാണോ അവൻ? പിന്നെ പറഞ്ഞു കൊടുക്കുക. എത്ര വയസ്സായി? എത്ര വയസ്സ് തോന്നും? ഞാൻ വെച്ചാൽ എന്റെ ഏജ് ആയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ എത്ര വയസ്സ്? 23. അയ്യല്ലല്ല, എന്താ? ഒരു വർഷം മുന്നേ എനിക്ക് 23 ആയിരുന്നു. അല്ല, എനിക്ക് 28 വയസ്സുണ്ട്. 28? സോറി, അച്ഛൻ ചേട്ടാന്ന് വിളിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളെയും ചേച്ചി ചേട്ടാന്ന് വിളിച്ചിട്ട് അച്ഛനും മാത്രം. ഓ, കുട്ടിക്ക് പ്രായം കുറവായിരുന്നല്ലേ? ഇപ്പഴാ ആലോചിച്ചു. അപ്പൊ ഈ 28 വയസ്സിൽ ഒരു പടം, ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്തു. അപ്പം
അല്ലേ? ഭയങ്കര സന്തോഷം തോന്നണില്ലേ? സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. സന്തോഷമല്ല, അത് ഈ പറയുന്ന പോലെ നമ്മള് ഈ ഇന്റർവ്യൂ ഇല്ലേ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂ, ഇതുപോലും ഞാൻ റിഹേഴ്സൽ ചെയ്യാറുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. കാര്യം ഷോർട്ട് ഫിലിം ചെയ്ത് ഷോർട്ട് ഫിലിം ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ പറയുന്നത് ഇന്റർവ്യൂസ് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പം സഞ്ജയനാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ടും എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സംസാരിക്കും. നമ്മുടെ ആദ്യത്തെ പടം ഇറങ്ങി, എന്തായിരിക്കും നമ്മുടെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പച്ചമാങ്ങ എന്ന പടത്തില് അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് എന്ന് വെച്ചാൽ സന്തോഷമല്ല, നമ്മൾ കുറച്ചുകൂടെ ഭയങ്കര കോൺഫിഡന്റ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് മെയിൻ. ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്ത് അപ്പം ഈ ഫാൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, കല്യാണത്തിന് അങ്ങനെ പുറത്തുനിന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നമുക്ക് നല്ല ഭയങ്കര അവരുടെ സപ്പോർട്ടും നല്ല എഡിറ്റ്സും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയായിരുന്നു ഇവരുടെ കല്യാണം ഉടനെ ഉണ്ടാവും? പിന്നെ ഒഫീഷ്യൽ ആക്കുന്നതിന് മുമ്പ് അറിയായിരുന്നു. എന്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ജീപി ചേട്ടനെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ജിപി ആണ് ഇങ്ങനെ പറഞ്ഞു. ജിപി ഏത് ജിപി? അപ്പൊ പറഞ്ഞു ഗോവിന്ദ് പത്മസൂര്യ, മറ്റേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. ഞാൻ പുള്ളിയുടെ വീഡിയോ കാര്യം ആങ്കറിങ് ഇതെല്ലാം നമ്മൾ കാണുന്നതാണല്ലോ. നമ്മളൊരു കാര്യം ഗോപി ചേച്ചി എനിക്ക് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഒരു ചേച്ചി, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷെ ചേട്ടനെ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരനൊരു വേറൊരു ഇതിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ കണ്ടപ്പോ ഞാൻ ഭയങ്കര ഇതായിപ്പോയി, അത്ഭുതമായിപ്പോയി. ജീപ്പ് ചേട്ടനെ പോലത്തെ ഒരാള് തന്നെയായിരുന്നു ചേച്ചിയുടെ, എന്താ പറയാ, ഒരു എനിക്ക് അങ്ങനെ കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല സത്യം. ഞാൻ കല്യാണത്തിനെ പറ്റി തന്നെ അങ്ങനെ ആലോചിച്ച, ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ജീപ്പ് ചേട്ടനാണെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടനാണെങ്കിൽ ഒരുപാട് വിയേർഡ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്. മിച്ചറും ചോറും കഴിക്കും, മിച്ചർ എല്ലാത്തിന്റെ കൂടെയും കഴിക്കും, പിന്നെ എന്തോ സ്വീറ്റ്സ് കഴിക്കും, സ്വീറ്റ്സും ചോറും കഴിക്കും. മിച്ചറും ചോറും കഴിക്കുന്ന കണ്ടിട്ട്. ചേച്ചിക്ക് അതുപോലത്തെ എന്തെങ്കിലും ഇല്ല, എനിക്ക് അങ്ങനെ, ഞാൻ ചെറുപ്പത്തില് ചോറും പാലും പപ്പടവും അത് എല്ലാരും കഴിക്കും തോന്നുന്നു. ചോറും പാലും പപ്പടവും ഇല്ല, ഞാൻ ചെറുപ്പത്തില് ഇപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല, കുഞ്ഞിതിലൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പാലും ചോറും പപ്പടവും കൂട്ടി കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ വിയേർഡ് ഫുഡ് ഹാബിറ്റ്സ് ഇല്ല. അപ്പൊ ജീപി ചേട്ടനാണെങ്കിൽ ഈ വിയേർഡ് ഫുഡ്സ് കഴിക്കുന്ന കാണുമ്പോ പെട്ടെന്ന് ചേച്ചിയുടെ, ഞാൻ പറയാറുണ്ട് ഇങ്ങനെ കഴിക്കില്ലേ, ജങ്ക് കഴിക്കില്ലേ, സ്വീറ്റ്സ് അത്രയും കഴിക്കില്ലേ എന്ന് പറയാറുണ്ട്. നിങ്ങൾ 4 പേരുള്ള ഒരു ഇതുണ്ടല്ലോ, ജീപി ചേട്ടനും ഗോപിക ചേച്ചിയും സഞ്ജയ് ചേട്ടനും ഷഫ്ന ചേച്ചി, നിങ്ങൾ ആ ഒരു കോമ്പോയിൽ നമുക്കൊരു പുതിയൊരു ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്ത് മൂവിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ? ഡയറക്ട് ചെയ്യോ? ഇവൻ ഡയറക്ട് ചെയ്താൽ ചിലപ്പോ സംഭവിക്കും. ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്. ഇവര് ഒക്കെ പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ അതെന്തായാലും അറക്കില്ല, അപ്പൊ സ്ക്രിപ്റ്റ് എഴുതാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ പറഞ്ഞു ഇപ്പൊ തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യണമെന്ന്. നമുക്ക് കോളിലോട്ട് പോയാലോ? ഓക്കെ. ഹലോ ഹലോ ഹലോ, ഇതാരാ? കേക്കുന്നില്ലേ? കേക്കുന്നുണ്ട്. ഇതാരാ ഇപ്പൊ സംസാരിക്കണത്? അല്ല, ഞാൻ മെഹറാണ്. അവിടെ നമ്മളുടെ സാന്ത്വനത്തിലെ അഭിനയിച്ചിരുന്ന അഞ്ജലി ഇരിപ്പുണ്ടോ? ഉണ്ട്. എനിക്കൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ച. അഞ്ജലിയുടെ കൊടുക്കാം. പരാതി ഉണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഹലോ ഹലോ, നമസ്കാരം. ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ്. എന്താ? ഇപ്പൊ സാന്ത്വനം ചെയ്ത് തുടങ്ങിയല്ലേ? അപ്പൊ അഞ്ജലിനെ അതിലോട്ട് കാണുന്നില്ല. സാന്ത്വനം ഫസ്റ്റ് കഴിഞ്ഞ് അപ്പൊ ചെയ്ത് തുടങ്ങിയിട്ട് ഫസ്റ്റ് നാട്ടോ മിക്കവരും തന്നെ ഇല്ല. അപ്പൊ ആരും തന്നെ ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെയാ. അപ്പൊ ഈ ഷാജിപ്പാപ്പന്റെ പ്രോഗ്രാമില് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞത് കൊണ്ടിട്ടാണോ അതിനെ നിർത്തി? അല്ലെങ്കില് ഇല്ല, കല്യാണം കഴിഞ്ഞോണ്ട് സീരിയല് തീർന്നത് അങ്ങനെയൊന്നല്ല. സീരിയല് ഓൾറെഡി നമ്മള് 1000 എപ്പിസോഡായിരുന്നു അഗ്രിമെന്റ് സൈൻ ചെയ്തേ.
അപ്പോ ഏകദേശം ആ സമയത്ത് തന്നെ കല്യാണ ഡേറ്റ്, കാരണം കല്യാണം കഴിഞ്ഞിട്ടും അടുത്ത സ്കെഡ്യൂളിന് പോകാൻ വേണ്ടിയിട്ട് ലീവൊക്കെ ഒരു 5-ാം തീയതി വരെ ലീവ് വേണം എന്നൊക്കെ ചോദിച്ചു വെച്ചതായിരുന്നു. പക്ഷെ 1000 എപ്പിസോഡ് അപ്പം ആയപ്പോൾ കറക്റ്റ് തീർന്നു. അല്ലാണ്ട് ഇതും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി സാന്ത്വനത്തിലോ? ഇല്ല, സാന്ത്വനം 1ഉം 2ഉം ഭയങ്കര വ്യത്യാസമാണ്. ലൈക്ക് അത് വേറെ തന്നെ ടീമാ. ചിപ്പി ചേച്ചി അവരൊന്നും അല്ല, ഡയറക്ടറും മാറി. അപ്പൊ അത് വേറെ ടീം തന്നെയാണ്. അപ്പൊ അതില് നമ്മളാരും ഇല്ല, അത് വേറെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അന്ന് ഭർത്താവിനോട് ചോദിച്ചത് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഒരു മറുപടിയും ഇല്ല, ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അതിനകത്ത് അഭിനയിക്കാൻ പോണത്? ഞങ്ങളിപ്പോ ഞാനും സാന്ത്വനത്തിലെ ശിവനും കൂടെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. സാന്ത്വനത്തിലെ ശിവന്റെയും ഞങ്ങളുടെ അനിയൻ, അത് ഡയറക്ട് ചെയ്തത് ഞങ്ങളുടെ അനിയൻ കണ്ണനാണ്. അത് ഈ November 22 റിലീസ് ആവുന്നുണ്ട്. പെണ്ണിനെ ഇഷ്ടായോ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. അച്ചുവിന്റെ യൂട്യൂബ് ചാനലിലാണ് റിലീസ് ആവുന്നത്. November 22 വൈകിട്ട് 5:30. അതെന്തായാലും കാണണം കേട്ടോ. ചേച്ചി അഭിപ്രായം പറയണേ, കണ്ടിട്ട് പറയണേ. പിന്നെ എന്റെ ചാനലാണ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു. അച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ണൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ചേച്ചി, ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. ആ ഓക്കെ ചേച്ചി. ഇല്ല ഇല്ല ഇല്ല. ശരി. ഹലോ ഹലോ ചേച്ചി, അപ്പൊ കാണണം കേട്ടോ 22-ാം തീയതി ഇറങ്ങുന്ന പെണ്ണിനെ ഇഷ്ടായോ. തീർച്ചയായിട്ടും കാണാം. ആ, അഭിനയിച്ചേക്കണെങ്കിൽ യൂട്യൂബ് ഉണ്ടോ ചേച്ചിക്ക്? യൂട്യൂബ് ഉണ്ടോ? ഉണ്ട്. എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ ഓക്കെ, ശരി. ഒരു സബ്സ്ക്രൈബറായി. അതൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയെന്നൊക്കെ. ചേച്ചിയുടെ പേര് അച്ചാമ്മ ചേട്ടത്തി എന്നാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അന്ന് ഇന്റർവ്യൂലും വിളിച്ചിരുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ? എന്നെയല്ല, ചേട്ടൻ വന്നപ്പോ ഇതേ ചോദ്യം ചോദിച്ചു. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ ഈ പെണ്ണിനെ ഇഷ്ടമായോ, സാന്ത്വനം ഒക്കെ എല്ലാം ഒരു റൊമാൻറ്റിക് ഇതാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഭയങ്കര ഒരു റൊമാൻറ്റിക് കപ്പിൾസ് ഉണ്ട് ഇവിടെ. അപ്പം ആ 23-ാം വയസ്സിലെ പ്രണയം ഒന്ന് ഭയങ്കര ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? കല്യാണം +2 23 കല്യാണമായിരുന്നു. 24 വയസ്സില് ഞങ്ങള് +2-ലാണ് ഒരുമിച്ച്, +2 എന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരുമിച്ച് അഭിനയിച്ചത്. അങ്ങനെ സിനിമയൊക്കെ കഴിയാറായപ്പം ഇഷ്ടമായി. പിന്നെ ആദ്യം ഇങ്ങനെ കല്യാണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഷൂട്ടൊക്കെ കഴിയാറായ സമയത്താണ്. ഷൂട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം സംസാരിച്ചിരുന്നൊന്നുമില്ല. അപ്പം ഷൂട്ടൊക്കെ കഴിയാറായിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. പിന്നെ എല്ലാം ചടപട പെട്ടെന്നായിരുന്നു. അങ്ങനെ 11/12/13 കല്യാണം കഴിച്ചു. 11/12/13 December 11, 2013. ഓ, നൈസ് നൈസ്. അങ്ങനെ കല്യാണത്തിലേക്ക് എത്തി. ഇപ്പൊ 11 വർഷമായി. 11 വർഷം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ 22-ാം തീയതി ഇറങ്ങാൻ പോകുന്ന പെണ്ണിനെ ഇഷ്ടമായോ ഇതിനെ പറ്റി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. കാര്യം ഒരുപാട് ഡിലേ ആയി. കാര്യം സാന്ത്വനം സീരിയല് കഴിഞ്ഞ ഉടനെ ഇത് റിലീസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഷൂട്ടും കുറച്ച് ഡിലേ ആയി. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും ഒക്കെ കുറച്ച് ഡിലേ ആയി. അപ്പൊ അത് മാക്സിമം നമ്മുടെ വർക്കിന്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ സമയം എടുത്ത് ചെയ്തത്. പിന്നെ ഷോർട്ട് ഫിലിമാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ പരിമിതമായിട്ടുള്ള ബഡ്ജറ്റിൽ നമുക്ക് നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പൊ എല്ലാവരും നമ്മുടെ 22-ാം തീയതി 5:30 വൈകിട്ട് 5:30 എന്റെ പെണ്ണിനെ ഇഷ്ടമായെന്ന് പറയുന്നത് വലിയ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരോടും പറയാണ്, നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും ജനങ്ങളുടെ അടുത്തും ഒക്കെ പറയാണ്, ഇത് വലിയ സംഭവമൊന്നുമല്ല. ഒരു ചെറിയ നല്ല കാണാൻ രസമുള്ള ഒരു ഷോർട്ട് ഫിലിം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമാവാതിരിക്കില്ല. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറിയ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണാവുന്ന അത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് വേറെ സംഭവങ്ങൾ. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് നിങ്ങളുടെ ഒരു കോംബോ, നിങ്ങളുടെ ആ ഒരു ക്രൂ എല്ലാരെയും കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.